السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വിശിഷ്ടരായ സാദാത്തുക്കൾ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, സ്നേഹമുള്ള മോമിനീങ്ങളെ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ തഖ്വയും മഹബത്തും ഈമാനും വർദ്ധിക്കുന്ന സംഗമമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആഖിറത്തിലെത്തുമ്പോൾ ഈ സംഗമം അതിൻ്റെ സവാബുമെല്ലാം കണ്ട് സന്തോഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ദീനിനു വേണ്ടി, ദീനി പ്രചരണത്തിന് വേണ്ടി, ഇൽമിൻ്റെ വ്യാപനത്തിന് വേണ്ടി സഞ്ചരിക്കുന്നതിനിടയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലൂടെ ജീവിക്കുന്ന അഭിവന്യരായ ജലീൽ സഖാഫി ഉസ്താദിൻ്റെ പാരത്രിക ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അവരെയും നമ്മെയും നാളെ സ്വർഗ്ഗലോകത്ത് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളുടെ കൂടെ അഥവാ അവരെ കാണത്തക്ക വിധത്തിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമാസമായ റബീഉൽ അവ്വൽ നമ്മോട് വിട പറയുന്നു. സാധാരണ ഓരോ മാസവും വന്ന് ഇറങ്ങുന്നത് പോലെയാണോ നമ്മളിലൂടെ ഈ മാസവും കടന്നുപോയത് എന്ന് ആലോചിക്കേണ്ട നേരമായിരിക്കും. നബി ജന്മത്തിൽ അത്ഭുതങ്ങളും മഹാത്ഭുതങ്ങളും സംഭവിച്ചു എന്ന് പാടാറുണ്ട്, പറയാറുണ്ട്. കിസ്റ കൈസർ എന്ന വർത്തമാനങ്ങളും സാവാ തടാകത്തിലെ അത്ഭുതങ്ങളും നമ്മൾ കേട്ടത് റബീഉൽ അവ്വലിൻ്റെ അത്ഭുതങ്ങളിൽ സംഭവിച്ച മഹാത്ഭുതങ്ങളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോഴാണ്. ഇങ്ങനെ കുറേ റബീഉൽ അവ്വലുകൾ നമ്മളിലൂടെ കടന്നുപോയിട്ട് എന്തെങ്കിലും ഒരു അത്ഭുതം അല്ല മാറ്റമെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഒരു വിചാരം നമ്മളിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. നബി വിളിച്ചപ്പോൾ മരങ്ങൾ പോയി എന്ന് പാടുന്നു. ആ നബി നമ്മളെ വിളിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകാറുണ്ടോ എന്ന് ചിന്തിക്കാറില്ല. ജാഅത് ലിദഅവതിഹിൽ അസ്ജാറു സാജിദതൻ എന്ന വരിക്ക് 12 ഈണങ്ങൾ കണ്ടെത്തുന്നു. ദഅ ഇലല്ലാഹി ഫൽ മുസ്തംസികൂന ബിഹി എന്ന വരിക്ക് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാറില്ല. അപ്പോൾ നമ്മളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി അടുത്ത റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് ആ ചെറുതിനെ വലുതാക്കി മാറി നമ്മളിലൊരു മഹബത്തിൻ്റെ ലോകം ഉണ്ടാക്കണം. അപ്പോഴേ ഇന്ന ഖൽബൻ അന്ത സാക്കിനുഹു, മുത്തനബി ഇരിക്കുന്ന ഖൽബിന് വെളിച്ചം വേറെ ആവശ്യമില്ല എന്ന് പറയുന്ന ഖൽബായി മാറുകയുള്ളൂ. അതിനെന്ത് വേണം? അതിനു വേണ്ടത് മഹബത്ത്. മഹബത്ത് എന്ന് പറഞ്ഞാൽ
ഒരു മനുഷ്യൻ്റെ ഈമാൻ എത്രയുണ്ടോ അത്രയും അളവിലുണ്ടാവുന്നതാണ് മഹബത്ത്. ഈമാനില്ലാത്തവന് മഹബത്തില്ല, മഹബത്തില്ലാത്തവന് ഈമാനും ഉണ്ടാവില്ല. ലാ യുഅ്മിനു അഹദുക്കും എന്ന ഹദീസ് ഉദ്ധരിക്കുന്നത് ഈമാനിൻ്റെ അധ്യായത്തിലാണ്. ലോകത്ത് ഒരു മനുഷ്യന് കിട്ടണ ഏറ്റവും വലിയ നിഅമത്ത്, അനുഗ്രഹം അള്ളാഹുവിൻ്റെ ഇഷ്ടം ആണ്. ഈ ലോകത്ത് എന്നല്ല, ഏത് ലോകത്തും. സ്വർഗത്തേക്കാൾ വലുതാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക എന്നുള്ളത്. ഹദ്ദാദ് റാത്തീബ് കഴിയുമ്പോൾ നമ്മൾ ചൊല്ലാറുള്ള ഒരു ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക, നീ തൃപ്തിപ്പെടണേ അല്ലാഹ്. അപ്പോൾ പിന്നെ വൽ ജന്ന, സ്വർഗവും കിട്ടുമല്ലോ. സ്വർഗം രണ്ടാമത്. ആദ്യം അള്ളാഹുവിൻ്റെ തൃപ്തി. സ്വർഗത്തിലെത്തിയ മുഅ്മിനീങ്ങളോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഹദീസിലുണ്ട്, തൃപ്തിയായോ? ആയല്ലോ. ഇഷ്ടായോ? ഇഷ്ടായി. സാറ്റിസ്ഫൈഡ് ആണോ? അതെ. എന്നാൽ ഇതിനേക്കാൾ വലിയ സുഖം തരട്ടെ, സ്വർഗത്തേക്കാൾ വലുത്. അതെ. എന്താണ് റബ്ബേ അത്? റിളായ, എൻ്റെ തൃപ്തി. അതാണ് വരിളവാനു മിനല്ലാഹി അക്ബർ. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കലാണ് ഒരു മനുഷ്യന് ഏത് കാലത്തും, ഈ ലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും കിട്ടാവുന്നതിൽ ഏറ്റവും വലുത്. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ ഉള്ള ഒരു വഴി കൂടിയാണ് മഹബത്ത്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹിബ്ബുകുമുല്ലാഹ് എന്ന ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന ആശയം അതാണ്. വസായിലുൽ വസൂൽ ഇലാ ശമാഇലിർ റസൂൽ എന്ന ഗ്രന്ഥം വിശദീകരിക്കുന്നു. യൂസുഫ് നബഹാനി തങ്ങളുടേതാണ് ആ കിതാബ്. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്ര ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിക്കുക. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഈമാൻ, രണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം, മൂന്ന് സ്വർഗത്തിലെ സുഖങ്ങളെയും അളന്ന് തിട്ടപ്പെടുത്തുന്നത് മഹബത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരാൾക്ക് റസൂലുള്ളാഹിനെ പെരുത്തിഷ്ടമാണ്, അയാൾക്ക് സ്വർഗം മാത്രമല്ല സ്വർഗത്തിലെ ഹൈ ലെവൽ പൊസിഷൻ അയാൾക്ക് കിട്ടും. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഇഷ്ടമാണ്. റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാവും. പിന്നെ മങ്കൂസ് മൗലിദ് തുറക്കണമെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഗൾഫിൽ പോകണം, അല്ലെങ്കിൽ അടുത്ത റബീഉൽ അവ്വലാവണം. അതൊക്കെ തന്നെ സംഭവിക്കണം. അയാൾ നല്ല മൂമിനാണ്, പ്രശ്നമൊന്നുമില്ല. അയാൾക്ക് സ്വർഗം കിട്ടും, സ്വർഗം കിട്ടാതിരിക്കൂല. തിരിച്ചു അങ്ങനെ തന്നെ. ഒരാൾ കാഫറാണ്, അവിശ്വാസിയാണ്, നരകമുണ്ടാവും. ഒരാൾ അവിശ്വാസി മാത്രമല്ല, നബി തങ്ങൾക്കെതിരെ കാർട്ടൂണ്, അവഹേളന പ്രസ്താവനകൾ, ട്രോള്, അയാൾക്ക് നരകം മാത്രമായിരിക്കൂല, അയാൾക്ക് നരകത്തിൽ കഠിനമായ ശിക്ഷയായിരിക്കും. മുത്തുനബിയാണ് അച്യുതണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയാണ് ഓൾ ആൻഡ് ഓൾ. മഹബത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്വർഗം അള്ളാഹു മുത്തുനബിക്ക് കൊടുത്തു. വേണ്ടവർക്ക് അപ്പാർട്ട്മെന്റ് ആണോ വില്ലയാണോ സ്ക്വയർ ഫീറ്റ് ഏതാണെന്നൊക്കെ ഉള്ളത് തങ്ങൾ നിശ്ചയിക്കും. വല്ലാഹു മുഅ്തി ഇന്നമാ അന ഖാസിം. റാസി ഇമാമിന്റെ ഭാഷയാണ് ഞാൻ കടെടുത്ത് പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ ആഖിറത്തിൽ എത്തുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാദത്ത്, ലീഡർഷിപ്പ് ശരിക്കും ബോധ്യമാവുക. അന സയ്യിദു വൽദി ആദം യൗമൽ ഖിയാമ. കണ്ടോ? അപ്പോൾ ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എത്ര ഖുർബ്, ബന്ധം ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് അയാൾക്ക് ഉഖ്റവിയായ മുഴുവൻ നിഅമത്തുകളും അസ്സഅദത്തുൽ അബദിയ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ലഭിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞ കിതാബുകളിൽ നന്നായി വിശദീകരിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രയും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്നത്? അതിൻ്റെ ഉത്തരം, ലോകത്ത് ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച വേറൊരാളും ഇല്ല എന്നുള്ളതാണ് ഉത്തരം.
ഒരാള് വേറൊരാളെ മഹബത്ത് വെക്കുന്നതിന്റെ പ്രധാന മാനദണ്ഡം ഇഹ്സാനാണ്. അവർ നമുക്ക് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ. മനുഷ്യനെ പൊതുവെ വിളിക്കുന്ന പേര് തന്നെ അബ്ദുൽ ഇഹ്സാൻ എന്നാണ്, നന്മയുടെ അടിമ. നന്മ ചെയ്തു തന്ന ആളോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. വോട്ട് കൊടുക്കും, 500 രൂപ തന്ന ആൾക്ക്. സാരി കൊടുക്കും, സാരി കൊടുത്തിട്ട് വോട്ട് വാങ്ങും. എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ തിരിച്ചെന്തെങ്കിലും കിട്ടും മനുഷ്യൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ ഡേറ്റ് കിട്ടണില്ല, നല്ല തിരക്കുള്ള ആളാണ്, മൂപ്പരുടെ വയലിൻ്റെ ഡേറ്റ് കിട്ടണമെങ്കിൽ സംഘാടകർ ചെയ്യുന്ന ട്രിക്ക് എന്താ? ഉസ്താദിനെ ഞാൻ അന്ന് തിരൂരങ്ങാടിയിൽ റെയിൽവേയിൽ കൊണ്ടുവിട്ട ആളാണ്. കണ്ടോ കണ്ടോ, മനുഷ്യൻ എപ്പോഴും കമ്മിറ്റ്മെന്റിന്റെ ആളായിരിക്കും. അബ്ദുൽ ഇഹ്സാൻ ആയിരിക്കും. അബ്ദുൽ ഇഹ്സാൻ. ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്തു തന്ന ആളാരാണ്? മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 9 വട്ടം അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് പോകുക, എന്നിട്ട് 5 ഇങ്ങനെ നിസ്കാരം കുറക്കുക. എൻ്റെ ഉമ്മത്തിനെ കൊണ്ടാവൂല അള്ളാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് 5 വക്തമായിട്ട് തിരിച്ചു വരിക. 45 വക്ത നമുക്ക് വേണ്ടി കുറച്ചെന്നേക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കരിക്കാൻ പ്രയാസമായിട്ടൊന്നുമല്ല. റസൂലുള്ളാഹിന്റെ തഹജ്ജുദിൽ തങ്ങൾ ഓതുന്ന സൂറത്തിനെ കുറിച്ച് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ തങ്ങളിൽ നിന്ന് വന്ന റിപ്പോർട്ടിൽ കാണാം. അൽ ബഖറ, ആല് ഇമ്രാൻ, നിസാ. അവിടുത്തെ തഹജ്ജുദിനെ കുറിച്ചിട്ട് ലലംതു സുന്നത മൻ അഹ്യൽ ലലാമ ഇല എന്ന വരിയെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അജീബ് എഴുതിയ അൽ ഉംദ ഫി ശർഹിൽ ബുർദയിൽ കാണാം, ജുല്ലുഹു ഔ കുല്ലുഹു, രാത്രിയുടെ സിംഹഭാഗവും തഹജ്ജുദിനെടുത്തിരുന്നു. ഒരു വട്ടം ചെറിയ ഉസ്താദിനോട് അതിൻ്റെ ഒരു വിശദീകരണം ചോദിച്ചപ്പോൾ 5-6 മണിക്കൂറൊക്കെ ഉണ്ടാവും അവിടുത്തെ തഹജ്ജുദ് എന്ന് പറയാറുണ്ട്. പറഞ്ഞത് ഓർമ്മയില്ല. അവൻ നബിതങ്ങൾക്ക് ഇപ്പൊ നിസ്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ടല്ല, നമ്മൾ ഓർത്തിട്ടാണ്. എന്തൊക്കെ സ്നേഹമാണ് അവിടുന്ന് കാണിച്ചേക്കുന്നത്. നിങ്ങൾ വിരിപ്പ് കൊടയണേ, പുതപ്പൊന്ന് കൊടയണേ, രാത്രി ജനാല അടക്കണേ, അടുപ്പിലെ തീ കെടുത്തിക്കളയണേ, പാത്രം കമഴ്ത്തി വെക്കണേ. എന്താ പറഞ്ഞുതരാൻ ബാക്കിയുള്ളത്? അവിടുന്ന് എന്താണ് പറഞ്ഞുതരാൻ ബാക്കിയുള്ളത്? അഹല്ല ഉമ്മത്തുഹു ഫീ ഹിർസി മില്ലത്തി കല്ലൈസി ഹല്ലമാൽ അശ്ബാലി ഫീ അജമി. സിംഹം തന്റെ കുഞ്ഞുങ്ങളോടൊന്നിച്ചായാൽ കാണിക്കുന്ന കുട്ടികളോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹമാണ് കാണിച്ചിരിക്കുന്നത്. സിംഹം അതിന്റെ ഏറ്റവും കൂടുതൽ ഗൗരവം ഉണ്ടാവില്ല കുട്ടികളോടൊന്നിച്ചായാല, അതും ഫീ അജമി, കാട്ടിലായാൽ. നാട്ടിലിറങ്ങിയാൽ അതിന് ചെറിയ പേടിയെങ്കിലും ഉണ്ടാവും. കാട്ടിൽ തന്റെ കുഞ്ഞുങ്ങളോടൊന്നിച്ചുണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു ശത്രു വരുന്നുണ്ടെങ്കിൽ സിംഹം അതിന്റെ ഏറ്റവും വലിയ ഗൗരവം കാണിക്കും. തന്റെ കുഞ്ഞുങ്ങളോ ഒരാളെ തൊടാൻ വിടാതിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപമിക്കുന്നത് ബുസ്തൂരി ഇമാം അങ്ങനെ ഉമ്മത്തിനെ അത്രമാത്രം സംരക്ഷിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയണത്, തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഈയാമ്പാറ്റകളായി നിങ്ങളിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ അരക്കെട്ട് പിടിച്ചിട്ട് ഞാനാണ് നിങ്ങൾ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തിയേക്കണത്, ഞാനെങ്ങാനും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നരകക്കുഴിയിലാവേണ്ടതായിരുന്നു, നിങ്ങളെ ഞാനല്ലേ രക്ഷപ്പെടുത്തിയേക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം സ്വർഗത്തിലേക്ക് എത്തണം എന്ന് എത്ര ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വർഗത്തിലെത്താൻ നമുക്ക് എത്ര ആഗ്രഹമുണ്ടോ അതിനേക്കാളേറെ ആഗ്രഹമുള്ള ആളാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, നബിയെ എനിക്കൊന്ന് ദുആ ചെയ്തു തരാമോ? ഒരു റിക്വസ്റ്റ്. ഓ ദുആ ചെയ്തു തരാം. എന്ത് ദുആ എടുക്കണം? ആയിഷയുടെ ചെറുതും വലുതും നേരത്തെ ഉണ്ടായതും വരാനിരിക്കുന്നതുമായ സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്തു തരണേ എന്ന് ദുആ ചെയ്തു തന്നാൽ മതി. രഹസ്യവും പരസ്യമായ സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്തു കിട്ടാനാണ് തങ്ങളുടെ അടുത്തുനിന്ന് ദുആ കിട്ടേണ്ടത്. ആയിഷ ബീവി തെറ്റുകാരി ആയതുകൊണ്ടല്ല, അത് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ ദറജ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ദുആഇന്റെ റിക്വസ്റ്റ്. ആയിഷ ബീവി പറഞ്ഞത് പ്രകാരം തങ്ങൾ ദുആർന്നു കൊടുത്തു.
ആയിഷ ബീവിക്ക് വലിയ സന്തോഷമായി. ആയിഷ ബീവി ചിരിക്കാൻ തുടങ്ങി, കുലുങ്ങി ചിരിച്ചു. ലാസ്റ്റ് ആയിഷ ബീവിയുടെ മടിത്തട്ടിലേക്ക് എന്നെ തല എത്തുന്ന രീതിയിൽ ഇങ്ങനെ കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ആയിഷ ബീവിയോട് തങ്ങൾ ചോദിച്ചു, ആയിഷ ബീവിക്ക് ഹാപ്പിയായോ? ഓ ഹാപ്പിയായി. സന്തോഷമായോ? ഓ സന്തോഷമായി. അതെ, എന്റെ എല്ലാ തെറ്റും പൊറുക്കാനല്ലേ തങ്ങൾ ദ്വാരം തന്നേക്കണത്, പിന്നെ എനിക്കെന്താ വേണ്ടത് എന്നാ ആയിഷ ഒരു കാര്യം കേട്ടോളി, എന്റെ എല്ലാ നിസ്കാരത്തിലും ഇതേ ദുആ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ നടത്താറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് ദുആ നടത്താൻ തുടങ്ങിയ ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ ആയിഷ ബീവി ഒരു അനുഭവം പറയുന്നു. ഒരു രാത്രി എൻ്റെ അടുത്ത് ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാത്രി കാണുന്നില്ല, എവിടെ പോയി എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പുറത്തു ഇറങ്ങുമ്പോഴാണ് ജന്നത്തുൽ ബഖീൽ നിസ്കാരത്തില. എന്താണ് ഈ സ്പെഷ്യൽ നിസ്കാരവും ദുആ ഒക്കെ എന്ന് ഞാൻ ഒന്ന് കാതോർത്തു. ഒരുപാട് നേരം ഉമ്മത്തിന് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മത്തി എന്ന് ദുആ ചെയ്യണം. റുകൂയിലുണ്ട്, സുജൂദിലുണ്ട്, അത്തഹിയാത്ത് കഴിഞ്ഞപ്പോഴുണ്ട്, എല്ലാ ഘട്ടത്തിലും ഉണ്ട്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ തങ്ങളോട് ചോദിച്ചു, അല്ല നബിയെ, ഉമ്മത്തിനെ കിട്ടുമ്പോഴേക്ക് ഖുർആനോത്തും മറ്റ് അദ്കാറുകളൊക്കെ കുറഞ്ഞുപോയോ? അതെ, ഉമ്മത്തിനെ കിട്ടുമ്പോഴേക്ക് ബാക്കിയൊക്കെ മറന്നുപോയോ? ഓ ആയിഷ, ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കണതും ഖബറിൽ ജീവിക്കണതും പരലോകത്തെത്തിയാലും എൻ്റെ ഉമ്മത്തിന് വേണ്ടി തന്നെ. അതാണ് അള്ളാഹു ഓഫർ കൊടുത്തേക്കണത്. തങ്ങൾ ഉമ്മത്തിലെ പകുതി ആൾക്കാരെ സ്വർഗത്തിലേക്ക് എത്തിക്കണോ, അല്ല തങ്ങൾക്ക് ഷഫാത്തിന് അർഹത വേണോ? പകുതി ആൾക്കാർ. അപ്പോൾ ഒരു 200 കോടി ഉമ്മത്തുണ്ടെങ്കിൽ 100 കോടി സ്വർഗത്തിലെത്തും. ഗംഭീരാണല്ലോ അല്ലേ? അത് വേണോ അല്ല ഷഫാത്തിന് അർഹത വേണോ? അപ്പൊ തങ്ങൾ ചിന്തിക്കണം, അപ്പൊ ബാക്കി 100 കോടി വേണ്ട, എനിക്ക് ഷഫാത്ത് മതി. കണ്ടോ? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, സ്നേഹം ആർക്ക് കൊടുക്കാനാണോ നീ അവകാശത്തോടെ അല്ലെങ്കിൽ അർഹമായ സ്നേഹം ആർക്ക് കൊടുക്കാനാണോ വിചാരിക്കണത്, സ്വാഭാവികമായിട്ടും നീ സ്നേഹിക്കുക മുത്തുനബി ആയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ? എന്താണ് സ്നേഹം? എന്താണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? എന്താ അതിന്റെ അർത്ഥം? സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിജ്ദാൻ ആണ് എന്നാണ് ഫതുഹുൽ ബാരിയുടെ വിശദീകരണം. അത് അവൻ അനുഭവിക്കേണ്ട ഒരു ടേസ്റ്റ് ആണ്. ഇന്നതാണ് സ്നേഹം, ഇന്നതല്ല സ്നേഹം എന്നൊന്നും ഒരുപക്ഷെ പറയാൻ പറ്റൂല. ഉദാഹരണത്തിന് ഒരു പണക്കാരൻ ചെയ്യുന്നതായിരിക്കില്ല പാവപ്പെട്ട ആളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്നേഹം. ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൻ പുറത്തിൽ താമസിക്കുന്ന വളരെ പാവപ്പെട്ട, ഭർത്താവ് മരിച്ചുപോയ വിധവയായ ഒരു പെണ്ണ്, 4 മക്കൾ, എത്തി മക്കൾ, വിധവയായ ഈ സ്ത്രീയും, അവരുടെ ഉമ്മ വയസ്സായ കിടത്തപ്പായിൽ ഉള്ള അഥവാ രോഗശൈലിയിലായിട്ടുള്ള ഉമ്മയും, പ്രായമുള്ള ഉമ്മ, അവരുടെ മകൾ വിധവയായ പെണ്ണുങ്ങള്, അവരുടെ 4 യതീമക്കൾ. കഴിഞ്ഞ വർഷത്തെ റബീഉൽ അവ്വൽ 12 പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ അവർ തീരുമാനിച്ചൊരു തീരുമാനമുണ്ട്, ഇക്കുറി നമുക്ക് കാര്യമായിട്ട് നബിദിന റാലിക്കും മീലാദ് പ്രോഗ്രാമിനൊന്നും കാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അടുത്ത കൊല്ലത്തെ റബീഉൽ അവ്വൽ ഗംഭീരമായിട്ട് മൗലിദൊക്കെ കഴിക്കണം, റാലിയിൽ നടന്നു പോകുന്ന ദഫ് സ്കൗട്ട് കുട്ടികൾക്ക് മധുരം കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് അവരൊരു ബോക്സ് സ്ഥാപിച്ചു. നമ്മുടെ നാട്ടിൽ അതിനെ ഭണ്ഡാരം എന്നുള്ള ഒരു ബോക്സ്, ഒരു പെട്ടി സ്ഥാപിച്ചു. ഇതിൽ ഇടാൻ എന്തെങ്കിലും ക്യാഷ് വേണ്ടേ ആ പാവങ്ങൾക്ക്? വല്ല മൈദപ്പൊടിയോ ചായപ്പൊടിയോ മുളക് പൊടിയോ സാമ്പാർ പൊടിയോ ഒക്കെ വാങ്ങിയിട്ട് ബാക്കി കിട്ടുന്ന 100 രൂപ കൊടുത്തിട്ട് ബാക്കി കിട്ടുന്ന 5 രൂപ 2 രൂപ കോയിനൊക്കെ ബിസ്മിയും ചൊല്ലി സ്വലാത്തും ചൊല്ലിയിട്ട് അതിലിങ്ങനെ നിക്ഷേപിക്കും. എന്തു പ്രയാസം വന്നാലും മുത്തുനബിയുടെ ബോക്സിൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ പെണ്ണുങ്ങൾ. മുത്തുനബീന്റെ ബോക്സിൽ എന്ന് പറയും അവര്. മുത്തുനബിക്ക് അങ്ങനെ ഒരു ബോക്സ് കൊടുത്തേക്കുക. അങ്ങനെ ഇട്ടിട്ട് 1 വർഷമായി. റബീഉൽ അവ്വൽ ഇക്കുറി ആയപ്പോൾ 12-ന്റെ നബിദിന റാലി 12-ന് തന്നെയല്ലേ എന്ന് സദർ ഉസ്താദിനോട് ചോദിക്കാൻ മൂത്ത മോനെ അബ്ദുള്ളനോട് പറഞ്ഞ് കൺഫേം ചെയ്തു. ഉസ്താദിനോട് പറയണം, നമ്മുടെ വീട്ടുമുറ്റത്തൂടെ ഒന്ന് ഫുള്ളായിട്ട് ആ റാലിയിലെ കുട്ടികളും മദ്രസ കുട്ടികളും പോയിട്ടില്ലെങ്കിൽ ആ ദഫ് ടീമിനെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി, ഉമ്മാമക്ക് കാണാൻ വേണ്ടി എന്ന് പറയേണ്ടത്. അവരൊരു സ്നേഹത്തിന്റെ ഒരു ലോകമാണ്.
സദറുസ്താദിന് ഈ പാവങ്ങളെ അറിയുന്നതുകൊണ്ട് തന്നെ ഇതിലൂടെ തന്നെ റാലി 5 മിനിറ്റ് ദീർഘിച്ചാലും കുറച്ച് വെയിൽ കൊണ്ടാലും അതിലൂടെ തന്നെ പോകാൻ അവർ സമ്മതിച്ചു. അത് അവർക്ക് വലിയ സന്തോഷമായി. അതിന് വേണമെങ്കിൽ അവർ തന്നെ പറയും, ഞാൻ ഇന്നലെ ഒരു മങ്കൂസ് മൗലിദ് ദില്ലിന് ഇതിലൂടെ റാലി പോകാന്നൊക്കെ അവർ പറയും. അതവരുടെ ഹൃദയഭാഷയാണ്. പുതിയ ഇൻസ്റ്റാ ടീമിനൊന്നും ചിലപ്പോൾ ഈ മഹബത്ത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അവരുടെ മഹബത്ത് സ്റ്റാറ്റസിൽ ഇൻസ്റ്റയിലൊന്നും കാണൂല. അവർ നേരെ ഡയറക്റ്റ് എല്ലാ വർത്താനും മുത്തുനബിയോട് ഡയറക്റ്റ് പറയുന്ന ടീം. അങ്ങനത്തെ ഒരു മഹബത്താണ്. ഒരു പച്ചപ്പുള്ള മഹബത്താണ്. ജാടകളില്ല, വേറെ പരിപ്രേക്ഷ്യങ്ങളൊന്നും ഇല്ല. അവരുടെ ഹൃദയത്തിൽ നിന്ന് നേരെ ഇങ്ങനെ വർത്താനം പറയും. ഒരു വർഷം സൂക്ഷിച്ച് ഈ ബോക്സ്, അതിലേറ്റവും വലിയ സംഖ്യ 10 രൂപൻ്റെ ഒരു കോയന. അത് അപൂർവമായിട്ട് അവർ കണ്ടേക്കണം. ഒരു വർഷം സൂക്ഷിച്ച് ബോക്സ്. അങ്ങനെ കട്ട് ചെയ്യുന്നതിന് മുമ്പ്, മുറിക്കണതിന് മുമ്പ്, പൊളിക്കണതിന് മുമ്പ് ഒരു മങ്കൂസ് മൗലിദ് ഈ 4 യത്തീമക്കളും വയസ്സത്തിയായ നല്ല പ്രായമുള്ള ഉമ്മാമ ആ ബെഡ്മലും പിന്നെ ഈ വിധവയായ അഥവാ ഭർത്താവ് മരിച്ചുപോയ പെണ്ണുങ്ങളും കൂടി മങ്കൂസ് മൗലിദ് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഈ ഭണ്ഡാരം അവിടെ വെച്ചിട്ട് 4 മക്കളെ തല ഒന്ന് ഒഴിഞ്ഞിട്ട് ഈ ഉമ്മാമ ദ്വാരക്കണ ഒരു ദ്വാ ഉണ്ട്. ഒന്നുമില്ല, കാര്യമായിട്ട് വലിയ കാനൊന്നുമില്ല, ചില്ലറയാകൊണ്ടുള്ള കാനാണ്. ഏറ്റെടുക്കണേ നബിയെ, നമ്മൾ പാവങ്ങളാണ് എന്നിങ്ങനെ പറയുന്നുണ്ടാവും. അങ്ങനെ മക്കളൊക്കെ ഉറങ്ങി പാതിരാത്രിയായി. നാളെയാണ് ഈ ഭണ്ഡാരം പൊളിക്കൽ. അത് വലിയൊരു ആഘോഷമാണ് വീട്ടിൽ. പാവങ്ങളുടെ മഹബത്തിനെ കുറിച്ചാണ് ഞാൻ ഭാഷ ഉപയോഗിക്കണം. ഈ 4 മക്കൾ ഉറങ്ങിയ ശേഷം പിന്നെ ഈ വിധവയായ പെണ്ണുങ്ങൾ ഉമ്മയും ഉറങ്ങിയെന്ന് കണ്ട ശേഷം ആ ബോക്സ് മെല്ലെ അലമാറയിൽ നിന്ന് എടുത്തിട്ട് 4 മക്കളെ തലയും ഒഴിഞ്ഞിട്ട് ഇങ്ങനെ വേറൊരു ദുആ അവർ നടത്തും. അല്ലാഹ്, ഇവര് ഉപ്പ ഏതായാലും മരിച്ചുപോയി, ഇനി ഞാനേ ബാക്കിയുള്ളൂ. 2 അറ്റം മുട്ടിക്കാൻ SOSന്റെ ICFന്റെ ഒക്കെ സഹായം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോണത്. ഈ മക്കളെ ഒന്നും നീ അനാഥകളാക്കി തുടർത്തല്ലേ, ഇവരെവിടെയെങ്കിലും 2 അറ്റം മുട്ടിക്കണേ. മുത്തുനബിയെ നമുക്ക് ആരും ഇല്ല നബിയെ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിക്കുക, ഈ മഹബത്ത് എങ്ങനെയാ മദീനന്റെ ഉള്ളിൽ നിന്ന് ഏറ്റെടുക്കാതിരിക്കുക? എങ്ങനെ ഏറ്റെടുക്കാതിരിക്കുക? അങ്ങനെ ഇത് പൊളിച്ചു നോക്കുമ്പോൾ ഒരു വർഷത്തെ ആകപ്പാടുണ്ടായിരുന്ന ഫണ്ട് കിട്ടുക 158, 168 രൂപ. ഇതിനെ കൊണ്ട് എന്തപ്പോ കിട്ടേണ്ടത്? എന്തപ്പോ കിട്ടുക? പഴയ എക്ലെയറും മിൽക്കി ബാറൊന്നും കുട്ടികൾക്ക് പറ്റൂല. ഗാലക്സി ബോണ്ടി സ്നീക്കേഴ്സിന്റെ കാലത്ത് ഡാഫോഡിൽ സ്ട്രോബെറി അല്ലെങ്കിൽ വാട്ടർ സ്കോച്ച് ഐസ്ക്രീമിന്റെ കാലത്ത് ഇതെന്തപ്പെട്ട ഉണ്ടാവുക? എന്നാൽ അവർ ആ പഴയ മോഡൽ മിഠായി വാങ്ങിയിട്ട് 2 പാക്കറ്റ് മിഠായി 50 പൈസന്റെ എക്ലെയറോ മിൽക്കി ബാറോ വാങ്ങിയിട്ട് ഇങ്ങനെ പേപ്പറിൽ പോകുന്ന കയറൊക്കെ കെട്ടിയിട്ട് പിന്നെയും കൊല്ലട എന്ന് പറഞ്ഞിട്ട് 4 മക്കളെ തല ഇങ്ങനെ നോക്കും. ഈ എത്തിമക്കൾക്ക് ദഫിനുണ്ട്, സ്കൗട്ടിന് ഉണ്ട്, വെള്ള ഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് വെള്ള ഷർട്ട് ഇല്ല. 3 ദിവസം 3 തവണ ഇങ്ങനെ അലക്കിയിട്ടുണ്ടാവും ആ ഉമ്മ വെളുപ്പിക്കാൻ. ഈ ഡ്രസ്സ് എങ്ങനെ വെളുക്കാനാ? 2 വർഷമായില്ലേ ഈ വെള്ള ഷർട്ട്. എങ്ങനെ? ഇവിടുത്തെ കുടുക്ക് പൊട്ടിച്ചിട്ട് ലാസ്റ്റത്തെ കുടുക്ക് പൊട്ടിയതുകൊണ്ട് ഈ കുടുക്ക് പൊട്ടിച്ചിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യും. ഒന്നും ഇല്ലായിട്ടാണ് നബിയെന്ന് ഇങ്ങനെ ഇടയ്ക്കിടെ പറയുന്നുണ്ടാവും. റസൂൽ എന്നെ കരഞ്ഞുപോലെ ഈ മഹബത്തിന്റെ മുന്നിൽ. ഈ മഹബത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് അക്ഷരങ്ങളാ പറയാൻ പറ്റുക? ഏത് അക്ഷരങ്ങൾ കൊണ്ടാ ഈ മഹബത്തിനെ ഒന്ന് വിന്യസിക്കുക? എന്ത് അക്ഷരങ്ങൾ കൊണ്ടാ ഇതിനെ ഡിഫൈൻ ചെയ്യുക? അതാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഫത്തുൽ ബാരിൽ പറഞ്ഞത്. അതൊരു വിജ്ദാനാണ്, അത് അവനവൻ അനുഭവിക്കേണ്ട ടേസ്റ്റാണ്. ഈ 2 പാക്കറ്റ് മിഠായി റാലിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഈ പെണ്ണുങ്ങൾ എന്നൊക്കെ ഒരു സൗണ്ടാക്കി SSFന്റെ കുട്ടികളെങ്ങാനും വന്നിട്ട് അത് വാങ്ങിയിട്ട് പോകും. ബേക്കിൽ നിന്നാണ് ഈ മിഠായി കൊടുക്കുന്നത്. ഡിഗ്രി, ഹയർ സെക്കൻഡറി, SSLC കുട്ടികളൊക്കെ ഈ പഴയ മോഡൽ മിഠായി കണ്ടതുകൊണ്ട് തന്നെ ഒരു നെവർമെന്റ് ചെയ്ത് പോകുമ്പോൾ ഈ ഹിജാബ് മുഴുവൻ നനയുന്നുണ്ടാവും ആ പെണ്ണുങ്ങളുടെ. ആർക്കും വേണ്ട അല്ലേ? അപ്പോഴും അവരുടെ ഹൃദയത്തിലെ ആത്മഗതം മദീന കേൾക്കുന്നുണ്ടാവും. മുത്തുനബിക്ക് വേണാവണേ നബിയെ. വലിയ വലിയ ആജിക്കന്മാരെ പോലെ ഐസ്ക്രീമും സ്ട്രോബെറിയും ഗാലക്സി ഒന്നും കൊടുക്കാൻ നമ്മളെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണ്. സ്വീകരിക്കണേ നബിയെ. പിന്നെ KG, LP, UP കുട്ടികൾ നിഷ്കളങ്കരായതുകൊണ്ട് അതങ്ങനെ എടുത്തിട്ട് പോകും. അപ്പൊ അവരുടെ മഹബത്ത് ഇതാണ്, അവരുടെ പച്ചയായ മഹബത്ത് ഇതാണ്. അതാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അങ്ങനെ പറഞ്ഞത്.
എന്നാൽ അബൂ അബ്ദുല്ലാഹിൽ ഖുറശി റളിയല്ലാഹു അൻഹു പറയുന്ന മഹബത്തിന്റെ ഒരു ഡെഫിനിഷൻ. എന്താ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ അൻ തഹബ കുല്ല ശൈഇൻ ലി മഹ്ബൂബിക ഹത്താ ലാ യബ്ഖാ ലി നഫ്സിക ശൈഉൻ. നീ നിനക്കൊന്നും ബാക്കിയില്ലാത്ത വണ്ണം നിന്റെ എല്ലാം നിന്റെ മഹബൂബിന് വേണ്ടി കൊടുക്കുക. കൊടുത്ത് അവസാനം സംഭവിക്കുന്ന നിനക്ക് ഇഷ്കിന്റെ ലോകത്ത് കിട്ടുന്ന ഒരു ബിരുദമുണ്ട്. ആ ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകുന്ന അക്ഷരങ്ങൾ ഇങ്ങനെയായിരിക്കും: ദബഹുൻ നഫ്സി വൽ ഫുലൂസ്. നീ ഇല്ല, നിന്റെ പണമില്ല, നീ എല്ലാം മഹബൂബിന് വേണ്ടി കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹൃദയത്തിൽ നമ്മളെ കുറിച്ച് നമുക്ക് ചർച്ച ഉണ്ടാവില്ല, നമ്മളെ കുറിച്ച് ആലോചന ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ സ്വതക്ക ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു. എല്ലാവരും പാടെ സ്വതക്ക ചെയ്തു. സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ ചോദ്യമുണ്ട്: സ്വതക്ക ചെയ്തു? എത്ര ചെയ്തു? ഫുള്ള് ചെയ്തു. ഇനി എന്താ ബാക്കിയുള്ളത് വീട്ടിൽ? ഒന്നുമില്ല. അതാണ് മഹബത്ത്. നീ നിന്റെ എല്ലാം കൊടുക്കുക. ആർക്ക്? നീ മഹബൂബിക്ക. നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവർക്ക് കൊടുക്കുക. അവസാനം നിനക്കൊന്നും ഇപ്പം ബാക്കിയില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ സ്വയം ഡിലീറ്റ് ആവപ്പെടും, സ്വയം ഇല്ലാതാകും. നമ്മളെ കുറിച്ചുള്ള ആലോചന തന്നെ നമുക്ക് ഉണ്ടാവില്ല. ആലോചിച്ചു ഘോഷയാത്ര നടന്നതിന്റെ തൊട്ടു പിന്നാലെ DP സ്റ്റാറ്റസ് മാറും. നമ്മൾ ഏറ്റവും വൃത്തിയിൽ എവിടെയാണോ ഫോട്ടോയിൽ പറഞ്ഞത് ആ ഫോട്ടോ ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മളുണ്ട് അവിടെ. നമുക്ക് നമ്മളെ തന്നെ കുറിച്ചാണ് ആലോചന. ചൊല്ലുന്ന ബുർദ കിതാബിന്റെ തലയണന്റെ സൈഡിൽ വീഡിയോ ഓണാക്കി വെച്ചിട്ട് സെൽഫിയിലാണ് നമ്മൾ ഭ്രാന്ത് പിടിച്ചതെങ്കിൽ നമുക്ക് ഇനിയും കുറെ സഞ്ചരിക്കാനുണ്ട്. നമ്മളെ തന്നെ പൂജിക്കുന്നവരാണെങ്കിൽ ഹത്തിം സ്വനമക്, നീ നിന്റെ ഉള്ളിലെ ഞാൻ എന്ന ബിംബത്തെ നീ അടിച്ച് തകർക്കൂ. വഖുൻ ഇൻദ നഫ്സിക സഗീറ, നിന്നെ ആരെങ്കിലും ബഹുമാനിക്കട്ടെ, എഴുന്നേറ്റ് നിൽക്കട്ടെ, നിന്റെ കൈ ആരെങ്കിലും മുത്തട്ടെ, നിന്നെ സീറ്റിൽ ഇരുത്തട്ടെ. വഖുൻ ഇൻദ നഫ്സിക സഗീറ, നീ നിന്റെ അടുത്ത് എപ്പോഴും ചെറുതാവും. എന്നെ ബഹുമാനിച്ചില്ല, എന്റെ സംഭാവന വഹിച്ചില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്, ഞാൻ വായിക്കപ്പെടേണ്ട ആളാണ് എന്ന തോന്നൽ നിനക്കുണ്ടാവുന്നതുകൊണ്ട് അതിനെ കത്തിച്ച് കളയുക. ഞാൻ എന്ന ചിന്തയെ ഡിലീറ്റ് ആക്കി കളയുക. എങ്കിലേ മഹബത്തിന്റെ KGയിലേക്ക് എത്താൻ പറ്റുള്ളൂ. PG പിന്നെ അല്ലേ. KGയുടെ എൻട്രൻസ് തന്നെ പണം, ഞാൻ, സ്ഥാനം, ആ മോഹത്തെ മുഴുവനും കത്തിച്ച് കളയുക. അപ്പോഴാണ് ഈ മഹബത്തിന്റെ ലോകത്തേക്ക് ഒരാൾക്ക് എത്താൻ പറ്റുക. അതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് കാണിച്ചു തന്നേക്കണം. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടല്ലോ, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബീബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ട അത്രയും ലോകത്ത് ഒരാളുടെ സ്വത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന്. ഇത് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അക്ഷരാർത്ഥത്തിൽ ചിരിക്കല്ലേ വേണ്ടത്. അൽഹംദുലില്ലാഹ്, എന്റെ സമ്പത്ത് റസൂലുള്ളാഹിക്ക് ഉപകാരപ്പെട്ടല്ലോ എന്നല്ലേ ആലോചിക്കേണ്ടത്. സിദ്ദീഖ് റളിയല്ലാഹു ഇത് കേട്ടപ്പോൾ മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബീബക്കർ, അബൂബക്കറിന്റെ സ്വത്ത് എനിക്ക് ഉപകാരപ്പെട്ട അത്രയും സമ്പത്ത് ഉപകാരപ്പെട്ട ഒരാളും ഈ ലോകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു കരഞ്ഞു. എന്തിനാ അബൂബക്കറെ കരയണത്? എന്താ മുത്തുനബി അങ്ങനെ പറഞ്ഞേക്കണത്? സിദ്ദീഖിന്റെ സ്വത്തും സിദ്ദീഖ് തന്നെയും തങ്ങൾക്കുള്ളതല്ലേ. സിദ്ദീഖ് എന്ന് പറയുന്ന ആളില്ലല്ലോ. സിദ്ദീഖിനെ തന്നെ തങ്ങൾക്ക് പണ്ടേ തന്നല്ലേ. പിന്നെന്തിനാ തങ്ങൾ സിദ്ദീഖിന്റെ സൗണ്ട് എന്ന് പറഞ്ഞത്? ഇപ്പോഴും തങ്ങൾ എന്നെ വേറാക്കുക. കണ്ടോ, അവിടെയാണ് മഹബത്ത്. എന്തിനാ നബി അങ്ങനെ പറഞ്ഞത്? അബൂബക്കർ ഇല്ലല്ലോ നബി. അബൂബക്കറിന്റെ സമ്പത്തല്ല, അബൂബക്കറിനെ തന്നെ തങ്ങൾക്ക് ഞാൻ തന്നില്ലേ വേണ്ടേ. അബൂബക്കർ ഞങ്ങളുടെ ജീവിതകാലത്ത് 200-ലധികം തവണ പറഞ്ഞ വാക്കാണ് ഫിദാക അബീ വ ഉമ്മി യാ റസൂലുള്ളാഹ്. എന്റെ ഉപ്പാനും ഉമ്മാനും വിറ്റിട്ടാണെങ്കിലും ഞാൻ എന്റെ തങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും എന്ന് പറഞ്ഞ വർത്താനുള്ള ആളാ. ഗുഹയുടെ പുറത്തെത്തി. ഏത് ഗുഹ? ആ മഹബത്തിന്റെ ഗുഹ. മനസ്സിലായില്ലേ? സൗർ ഗുഹ. ആ ഗുഹയുടെ പുറത്തെത്തി പർവ്വതം കയറിയിട്ട്. ബുഖാരിയിലുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു പറയണ്ട്, മക്കാനക യാ റസൂലുള്ളാഹ്, തങ്ങൾ ഒന്ന് കുറച്ച് നേരം പുറത്തിരിക്കാവോ? എന്തിന്? ഗുഹ ഒന്ന് വൃത്തിയാക്കട്ടെ. എന്തിനാ ഗുഹ വൃത്തിയാക്കണത്? ആൾ താമസമില്ലാത്ത ഇടമല്ലേ. വല്ല ഇഴജന്തുക്കളുണ്ടെങ്കിൽ കടിക്കൂലേ, കുത്തൂലേ, വേദനിക്കൂലേ? അപ്പൊ അബൂബക്കർ കയറിയ അബൂബക്കറിനെ കുത്തൂലേ? അതിന് അബൂബക്കർ ഇല്ലല്ലോ. നബി ഇതിങ്ങനെ നോക്കണ്ട.
ഈ തടി നോക്കണ്ട, അബൂബക്കർ ഇല്ലല്ലോ. അബൂബക്കറങ്ങൾ കയറിയിട്ട് ഗുഹ മൊത്തം വൃത്തിയാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താലിയ റസൂലുള്ളാഹി തങ്ങൾ വന്നു. കുറെ കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിപ്പോയി, ക്ഷീണം കൊണ്ട്. അപ്പൊ സിദ്ദീഖങ്ങൾക്ക് അതിന് സിദ്ദീഖില്ലല്ലോ, പറഞ്ഞോണ്ടിരിക്കണോ അത്? സിദ്ദീഖങ്ങളില്ലല്ലോ. ഉറങ്ങണമെങ്കിൽ ക്ഷീണം ഉണ്ടാണെങ്കിൽ അയാൾ വേണ്ടേ? പാമ്പ് ആഞ്ഞു കുത്തി കാലിൽ, വിഷം കയറാൻ തുടങ്ങി, ശരീരത്തിൽ വേദന തുളച്ചു കയറി. കാലാണ് വലിയേണ്ടത്, കാല് വലിയണില്ല. കാരണം ലോകരാജാവിന്റെ തലയണ ഒരനക്കം പോലും അനക്കൂലെന്ന് മുഹിബിന്റെ തീരുമാനം. ലോകരാജാവിന്റെ തലയണ അനങ്ങൂല. പിന്നെ കണ്ണെന്ന് വെള്ളൂറ്റി പോയി. അത് സിദ്ദീഖങ്ങളെ കൺട്രോളല്ല, അത് റിഫ്ലക്ഷനാ. കണ്ണിൽ നിന്ന് വെള്ളം ഉറ്റണോന്ന് സിദ്ദീഖങ്ങൾ തീരുമാനിക്കണമല്ല. ശരീരത്തിന്റെ ചില ഭാഗത്ത് വേദന കൂടിയാൽ നമ്മുടെ കാല സിമെന്റ് കട്ടൊക്കെ പോയിട്ട് ഇടിച്ചാൽ നമ്മൾ അറിയാതെ തന്നെ കണ്ണിന്ന് വെള്ളം ഉറ്റിപ്പോകും. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്ത് ഉണ്ടെങ്കിൽ അയാളിൽ കുറെ അടയാളങ്ങൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ അയാളുടെ വാക്ക് വെറുതെ ആയിരിക്കും. മഹബത്തുണ്ട് എന്ന വർത്താനം വെറുതെ. ഇനി ഏറെക്കുറെ പറയുന്ന കാര്യങ്ങളും നേരത്തെ പറഞ്ഞ കിതാബുകളിൽ നിന്നാണ് എന്നാണ് ചുരുക്കം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്തിഗ്മാലു സുന്നത്തിഹി, പരമാവധി സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഇഷ്ടം ഉണ്ടാവുക. അള്ളാഹിന്റെ ഇഷ്ടം ഒരാൾക്ക് കിട്ടൽ എപ്പോഴാ? നബിതങ്ങളെ മഹബത്ത് വെക്കുമ്പോൾ. നബിതങ്ങളെ മഹബത്ത് വെക്കുന്നത് എപ്പോഴാ? സുന്നത്തുകൾ ജീവിതത്തിൽ കുറെ ഏറെ കൊണ്ടുവരുമ്പോൾ. ഇസ്തിഗ്മാലു സുന്നത്തിഹി. നമ്മൾ കുറേ ആൾക്കാർ പുതിയ സുന്നത്തുകൾ തേടിയിട്ടുള്ള യാത്രയില്ല. പ്രത്യേകിച്ച് ഓൺലൈൻ മജ്ലിസുകളൊക്കെ വന്ന സ്ഥിതിക്ക് വല്ല പുതിയ ദിക്റും കിട്ടോ എന്നാണ്. സുബ്ഹാനല്ലദി അൻജ ഹർഷുഹു അൽ മിൽ അസ്സമാവാതി വൽ അർദ്. പുതിയ എന്തെങ്കിലും ദിക്റില്ല, അത് ടൈപ്പ് ചെയ്തിട്ട് വാങ്ങുക, അത് പ്രിന്റ് കിട്ടോ എന്ന് അന്വേഷിക്കുക. നിങ്ങൾ ആ പണിയൊക്കെ നിർത്തിയിട്ട് ചെയ്യുന്ന വുളൂയിൽ, ചെയ്യുന്ന നിസ്കാരത്തിൽ ഓരോ കാര്യങ്ങളിൽ ആദാബുൽ ഖലാഉ ആദാബുൻ നൗമൊക്കെ ഒന്ന് പാലിച്ച് ഡെയിലി ചെയ്യാൻ പറ്റുന്ന 4000 സുന്നത്തുണ്ട്. അതിലൊരു 10-500 പൊറുക്കി എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അമതിയാവും ജീവിതത്തിൽ കഴിച്ചലാവാൻ, രക്ഷപ്പെടാൻ. അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന ഘട്ടം വിശദീകരിക്കുന്നുണ്ട് ഹാഫിദ് ഇബ്നു കസീറിന്റെ അൽ ബിദായത്തു വന്നിഹായ. തീരെ വയ്യ, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വഖദി യതകല ലിസാനുഹു, മിണ്ടാനൊട്ട് പറ്റുന്നില്ല. അതിന് മഹാന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടമെത്തി. ഖാദിമിനെ ആക്ഷൻ കാണിച്ച് വിളിച്ചു. ഒന്ന് ഒലോടിപ്പിക്കോ മോനെ എന്നാണ് പറയുന്നതെന്ന് ഖാദിമിന് മനസ്സിലായി. ഒലോടെ മരിക്കണം എന്ന പൂതി. മുങ്കൈ കഴുകി കൊടുത്തു, വായിൽ വെള്ളം കൊപ്പിളിച്ചു, തുപ്പി, മുഖം കഴുകി. കൈ കഴുകാനിരിക്കുമ്പോ ഉസ്താദ് ശിഷ്യന്റെ കൈ പിടിച്ചു. അപ്പോ ശിഷ്യൻ നെട്ടിപ്പോയി. എന്തു പറ്റി? എന്റെ താടി നീണ്ട താടിയാ. ഈ നീണ്ട താടി മുളച്ച കാലം മുതൽ ഒന്നെടുക്കുമ്പോൾ വിരൽ കൊണ്ട് ചിക്ക കറ്റുക എന്ന സുന്നത്ത്, ഇടയിലൂടെ വിരലിങ്ങനെ കയറ്റി ഇറക്കുക എന്നുള്ള സുന്നത്ത് ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. ഇനി എന്റെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകുമ്പോ എങ്ങനെ ആ സുന്നത്ത് ഒഴിവാക്കുക എന്ന് ശിഷ്യന് ബോധ്യായി. ഉസ്താദ് ഇതാ പറയണത്. അങ്ങനെ മഹാനവറുകൾ കൈക്ക് വെള്ളമാക്കിയിട്ട് ഈ സുന്നത്ത് എടുത്തോണ്ടിരിക്കുമ്പോൾ ഫാലത്ത് റൂഹുഹു, ആ സുന്നിയായ ആലിമിന്റെ റൂഹ് ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്തുണ്ട്? എങ്ങനെയുണ്ട് സുന്നികളുടെ ജീവിതം? എങ്ങനെയുണ്ട്? നിങ്ങൾ ആലോചിച്ചു. ഇതാണ് മുഹിബ്ബുകളുടെ ലോകം എന്ന് പറയുന്നത്. പാട്ടിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു, മദ്ഹ് വർദ്ധമാനത്തിൽ മാത്രം ഒതുങ്ങുന്നു. പോരാ, അത് വലിയൊരു ഏരിയയാണ്. അതോടൊപ്പം ഇസ്തിഗ്മാലു സുന്നത്തിഹി, നിസ്കാരത്തിൽ തന്നെ ഇല്ലേ ആയിരക്കണക്കിന് സുന്നത്തുകൾ. നിസ്കാരത്തിൽ അശ്രദ്ധമാകുന്ന സുന്നത്തുകളെ കുറിച്ച് നബിമാമ നന്നായി മെൻഷൻ ചെയ്യുന്നുണ്ട് തന്റെ റൂസുൽ മസാഇൽ എന്ന കിതാബിൽ. വേറെയും എത്ര കിതാബുകൾ, 500 സുന്നത്തുകൾ പറയുന്ന ഹദ്ദാദ് കുടുംബത്തിലെ അയിമ്മത്തിന്റെ കിതാബുകളും അതിന്റെ ശറഹും എന്ന് നോക്കി നോക്കൂ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കുറേ സുന്നത്ത് എടുക്കാറില്ലല്ലേ. തക്ബീറത്തുൽ ഇഹ്റാമിലൊക്കെ അല്ലാഹു അക്ബർ അങ്ങനെയൊക്കെ ചൊല്ലി പോരാണല്ലേ. അല്ലാഹു അക്ബർ, ഇവിടെ എത്തുമ്പോൾ അക്ബർ തീരണം. ഇവിടുന്നാണ് തുടങ്ങേണ്ടത്. അല്ലാഹു അക്ബർ തീരണം. പിന്നെ ഒന്നും ഇല്ലാതെയാണ് ഇങ്ങോട്ട് പോകേണ്ടത്. ഇങ്ങനെയൊക്കെ എത്ര സുന്നത്തുണ്ട്, എത്ര കൈ ഉയർത്തലുണ്ട്. ആ കൈ ഉയർത്തലൊക്കെ ഒന്ന് ഹദ്വ മങ്കി വൈഹി
എന്നുള്ള ഇബാറത്ത് വായിക്കുന്നല്ലാതെ നമ്മൾ ചെയ്യാറുണ്ടോ? 2 സുജൂദുകൾക്കിടയിൽ ദുനിയാവും ആഖിറും മുഴുവനും കിട്ടുന്ന 7 ദുആ ഉണ്ട്. റബ്ബി ഗ്ഫിർലി വർഹംനി എന്ന് തുടങ്ങുന്ന ദുആ. ആ ദുആ എപ്പോഴെങ്കിലും മനസ്സറിഞ്ഞ് ചൊല്ലാറുണ്ടോ? 2 സുജൂദ് എന്ന് പറഞ്ഞാൽ അഖ്റബുമായ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ഒരു അടിമ അടുക്കുന്ന സമയം സുജൂദ്. ആ 2 സുജൂദിന്റെ ഇടയിൽ അല്ലാഹു ദീർഘിപ്പിക്കാൻ പാടില്ലാത്ത കുറഞ്ഞ സമയം മാത്രം ഇരിക്കേണ്ട ആ ഇരുത്തത്തിൽ വെച്ച 7 കാര്യങ്ങൾ ദുആർക്കുണ്ട്. 7 കാര്യങ്ങൾ. ആ 7 കാര്യങ്ങളെ കുറിച്ച് അതിൽ 4 കാര്യങ്ങളെ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ദുനിയാവും ആഖിറും കിട്ടിയെന്ന്. ഗഫിർലി വർഹംനി വഹ്ദിനി വഅഫിനി. ഇതിങ്ങനെ പറഞ്ഞിട്ട് റസൂൽ ഈ വിരൽ ഇങ്ങനെ ഉയർത്തിയിട്ട് പറയണ്ടല്ലോ, ഇത് കിട്ടിയ ദുനിയാവും കിട്ടി ആഖിറും കിട്ടിയെന്ന്. അതുമാണ് അതിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലുള്ളത്. നമ്മളെ ഇടയിൽ ഇരിക്കാറുണ്ട് എന്നേ ഓർമ്മയുള്ളൂ. 7 കാര്യങ്ങൾ ദ്വാരക്കാറുണ്ട് ഞാൻ പറയുമ്പോഴാണ് ചിലപ്പോൾ ചിലരിങ്ങനെ ആത്മകഥം ചെയ്യും. 7 ഉണ്ടല്ലോ, ഇപ്പോഴാ നമ്മൾ ചിന്തിക്കണ തന്നെ. അവ നമുക്ക് മഹബത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിഖ്മാല് സുന്നത്തി. ഒന്നോടുക്കുമ്പോ എത്ര സുന്നത്തുണ്ട്, എത്ര സുന്നത്തുണ്ട് ഒന്നുമില്ല. അതൊക്കെ പരമാവധി ഉറങ്ങാൻ നേരത്തിൽ. രണ്ടാമത്തത് മഹബത്തിന്റെ ഒരു ഏരിയയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം നമ്മുടെ സ്വഭാവമാവാൻ നമ്മൾ അധ്വാനിക്കുക. കഴിയില്ല, ശ്രമിക്കുക. അള്ളാന്റെ സ്വഭാവങ്ങളെ സ്വഭാവമാക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അസ്മാഉൽ ഹുസ്നയിലെ എല്ലാ സ്വഭാവവും നമുക്ക് ആവാൻ പറ്റും. വാഹിദ്, അല്ലാഹു അഹദാണ്, ആരെയും ആശ്രയിക്കാത്ത അഹദാണ് എന്നാണ് കമാൽ ഇത്തിസാലിലൂടെ അല്ലാഹു സമദ് എന്ന് പറയുന്നതിന്റെ താല്പര്യം. അല്ലാണ്ട് നമ്മും കുപ്പായത്തിന്റെ ഉള്ളിൽ ഒന്നല്ലുള്ളൂ. അള്ളാഹു ഏകനാണ്, നമ്മളും ഏകനാണെന്നല്ല. നമുക്ക് ആരെല്ലോ ആവശ്യമുണ്ട്. ജനിച്ച ഉടനെ ഉമ്മയുടെ പാലിലേക്ക് ആവശ്യമുണ്ട്. ബാക്കി എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോഴും അല്ലാത്ത ഘട്ടത്തിലും സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് ആവശ്യമുണ്ട്. അള്ളാഹ്ക്ക് ആരും ആവശ്യമില്ല. അത് നമുക്കൊന്നും ആക്കാനും കഴിയും. തഖല്ലഖു ബി അഖ്ലാഖില്ല. അള്ളാന്റെ സ്വഭാവം നമ്മളെ സ്വഭാവമാണെന്ന് പറഞ്ഞാൽ റഹ്മാൻ, റഹീം, ഗഫൂർ, റഊഫ്, ഇതൊക്കെ നമ്മളിലും ഉണ്ടാവണം. ഇതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. ഇബ്നു ബത്താൽ തങ്ങൾ ബുഖാരിക്ക് എഴുതിയ ശർഹിൽ കാണാം. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 സ്വഭാവം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഒന്ന് അശദ്ദുന്നാസി ഹയാഅൻ. റസൂലുള്ളാഹിക്ക് ഭയങ്കര ലജ്ജയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലജ്ജ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓർമ്മിക്കും എന്ത്? തുണി മടക്കി കുത്തരുത്, പിന്നെ 3/4 ഇടരുത്, ബർമുഡ് ഇട്ടിട്ട് ഉറങ്ങരുത് എന്നാണ് പറയാൻ പോണത്. അതതിൻ്റെ ഉമ്മ മാത്രം. ലജ്ജ എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിൽ, വാക്കിൽ, ജീവിതത്തിൽ എല്ലാത്തിലും ഹയാ കീപ്പ് ചെയ്യണം. അത് നിക്കാഹിന്റെ അധ്യായം ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചു നല്ലവണ്ണം ലജ്ജ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? എന്റെ ഔറത്ത് തങ്ങളോ തങ്ങളെ ഔറത്ത് ഞാനോ ഇതുവരെ കണ്ടിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കണ്ടിട്ടില്ല എന്ന ഹദീസിനെ ഇബ്നു ഹജർ തങ്ങൾ അഷ്റഫുൽ വസായിൽ എങ്ങനെയാ പറയുന്നറിയോ? ഹാദാ കമാലു ഹയാഇഹി. എന്തുമാത്രം വലിയ ലജ്ജയാണിത്. ഇതിനെന്താ ഇപ്പൊ പറയാ? കണ്ടോങ്ങള് ഭയങ്കര ലജ്ജ. ലജ്ജ എന്ന് പറഞ്ഞാൽ കാനലായ അവിടുത്തെ ശമാഇലിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. രാത്രിയാണെങ്കിലും ഔറത്ത് തുറന്നിട്ടിട്ട് കുളിക്കൂല. ഹയാഅൻ മിനല്ലാഹി വമലായികതി. അള്ളി മലക്കളുണ്ടല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നേരെ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തിയ ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു എങ്ങനെ ബാത്റൂമിൽ പോവാന്ന് പറയും? ഡ്രസ്സ് ഫുൾ ഇട്ടിട്ടാ പോവുക. എന്നിട്ട് ഉള്ളിലൂടെ മുണ്ടെടുത്തിട്ടേ ഡ്രസ്സ് അയക്കുള്ളൂ. ഒരു ഘട്ടത്തിൽ പോലും മഹാനവറുകൾ ഔറത്ത് തുറന്നിട്ടുന്ന ഒരു ഘട്ടം മഹാനുണ്ടാവും. വലിയ ലജ്ജ കീപ്പ് ചെയ്യുന്ന ആളായതുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിയത് എന്നും കിതാബുകളിൽ കാണാം. ലജ്ജ നമ്മളെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സദസ്സിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും അബദ്ധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, നേരത്തെ ചെയ്ത ആൾ സദസ്സിലുണ്ടെങ്കിൽ അയാളെ നേരെ മെൻഷൻ ചെയ്ത് അയാളെ വഷളാക്കൂല. തങ്ങൾ എന്താ പറയാ? മാബാലു അഖ്വാമിൻ യഖൂലൂന കദാ വകദാ യഫ്അലൂന കദാ വകദാ. എന്താ ചിലരിങ്ങനെ നിസ്കാരത്തിൽ ഇങ്ങനെ കണ്ണ് പറ്റൂല കേട്ടോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ഹയാ. ആരെയും കുറവാക്കൂല, ആരെയും തുറച്ചു നോക്കൂല. തങ്ങൾ ആരെയും തുറച്ചു നോക്കൂല. ഈ ഭക്ഷണമെല്ലാം കഴിക്കുമ്പോൾ വേറൊരാളെ നോക്കാതിരിക്കൽ അതിൻ്റെ ഒരു അഥവാ. വേറൊരാളെ എത്ര തിന്നുന്നുണ്ട് അതൊന്നും നോക്കരുത് നമ്മൾ. ഈ ഉസ്താദ്മാരെല്ലാം വയലിനൊക്കെ വന്ന ഉസ്താദ്മാരുടെ അടുത്തൊരു 46 ആൾ ചുറ്റും നിൽക്കും. ഉസ്താദ് എത്ര തിന്നിനെന്ന് ശരിക്കും എല്ലാവർക്കും പറയാൻ കഴിയും. അതൊന്നും ഒരു അഥവല്ല.
ഇട്ടോണ്ടിക്കല്ലേ വേണ്ടത്. അവരിഷ്ടം പോലെ തിന്നട്ടെ, അതാണ് അതിൻ്റെ ഒരു മര്യാദ. പക്ഷെ തിന്നുമല്ലോ അല്ലേ, അതാണ് അതിൻ്റെ ഒരു മര്യാദ. നമ്മൾ ആദാബ് പാലിക്കുന്നിടത്ത് വളരെ പിന്നില്ല. നമ്മൾ ആവേശ ടീമാണ്, പൊതുവെ ആവേശ ടീം. ഒരു ഉസ്താദ് വരുമ്പോൾ കാർന്ന് ഇറങ്ങുന്നത് ഫോട്ടോ എടുക്കുക, ബത്തൊക്കെ വിതരണം ചെയ്ത് ഫോട്ടോ എടുക്കുക, അണ്ടിപ്പരിപ്പ് ഫോട്ടോ എടുക്കുക. ഒരു പരിപാടി കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന വീഡിയോയിൽ ഫുൾ ബത്തക്കയും ബിരിയാണി ചെമ്പോ ഉണ്ടായാലും അതൊക്കെ ഒന്ന് മര്യാദയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു മജ്ലിസിൻ്റെ അദബന്ധാണ്, ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള അദബന്ധാണ്, ആദാബ് പാലിക്കുക. ഇന്നത്തെ സബൂഫ് കുല്ലഹു ലഹു അൽ അദബ് വമിനൽ അവാരിഫ് ഫത്ലു ബൻഹു അവ്ലു. എന്താ വർത്താനം? അബ്ദുൽ ഫത്താഹ് അബൂദക്ക് ഒരു കിതാബുണ്ട്, 35 അദബ് പറയുന്ന ഒരു കിതാബ്. മിൻ അദബിൽ ഇസ്ലാം എന്നാണ് ആ കിതാബിൻ്റെ പേര്. PDF അവൈലബിൾ ആണ്, നോക്കണം. നല്ല കിതാബ്, മിൻ അദബിൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര ലജ്ജ എന്ന് പറഞ്ഞാൽ തങ്ങളെ വാക്കിലൊക്കെ നല്ല ശ്രദ്ധിക്കും. ഒന്നും എന്താ പറയാ മനസ്സിനെ വേദനിപ്പിക്കുന്നൊന്നും പറയൂല എന്ന് മാത്രമല്ല, തങ്ങളെ ഹദീസിന്റെ സൗന്ദര്യം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഉറക്കത്തു നിന്ന് ഉണർന്നാൽ കൈ നേരെ പോയിട്ട് വെള്ളത്തിൽ മുക്കരുത് എന്ന് ഹദീസിലുണ്ട്. ഫലാ യഗ്മിസ് യദഹു, നിങ്ങൾ വെള്ളത്തിൽ കൈ മുക്കരുത്. അതിന്റെ കാരണം എന്താ? കാരണം ഹദീസ് പറയുന്നതിന് മുമ്പ് ഞാൻ അതിനെ വിശദീകരിച്ചു തരാം. എന്താ അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഉറക്കത്തിൽ ചിലപ്പം മുൻദ്വാരത്തിന്റെയോ പിൻദ്വാരത്തിന്റെയോ ഭാഗത്ത് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നെജസിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ മൂത്രത്തിന്റെ അല്ലെങ്കിൽ നെജസിന്റെ ടച്ച് നേരെ 2 കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ മുലാഖാത്താവലോടുകൂടി വെള്ളം നജസാവും. അതാണ് റസൂലുള്ളാഹിക്ക് പറയൽ ഉദ്ദേശം. പക്ഷെ റസൂലുള്ള ലജ്ജയുടെ ഹൈ ലെവൽ നേതാവായോണ്ട് തങ്ങൾ എന്താ പറയുന്നത്? ഫൈന യദഹു യദ്രി ബാത്തത്ത്, കൈ രാത്രി ഇടലും പോയിട്ടുണ്ടാവും. എന്താ വർത്താനം! നമ്മളെ നേതാവിന്റെ ആ ശുദ്ധി ഉണ്ടെങ്കിൽ ഇത് എവിടുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചതെന്ന് വെച്ചാൽ, അദ്ദബനി റബ്ബി, എൻ്റെ റബ്ബല്ലേ എന്നെ പഠിപ്പിച്ചത്. അല്ലാഹ് അങ്ങനെ തന്നെയല്ലേ ഖുർആനിൽ പറയല്. ഉളു മുറിയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഔലാമസ്തുമിൻ നിസാ, പെണ്ണുങ്ങളെ തൊട്ടാ ഉളു മുറിയും. അതിന്റെ മുമ്പ് എന്താ പറഞ്ഞത്? നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് വന്ന ഉളു മുറിയും, ടോയ്ലറ്റിൽ പോയിട്ട് വന്ന ഉളു മുറിയും. നേരത്തെ വെച്ച മൊബൈലാടെ ജനലിന്റെ സൈഡിൽ നിന്ന് എടുക്കാൻ പോയ ഉളു മുറിയോ, ബ്രഷ് എടുക്കാൻ പോയ ഉളു മുറിയോ? ഇല്ല. ടോയ്ലറ്റിൽ സാധാരണ പോക്ക് കാഷ്ടിക്കാനോ മൂത്രയിക്കാനോ അവിടെ പോയിട്ട് വന്ന മുറിയും. ഖുർആനിൽ എന്ത് പറയൂല? കാഷ്ടിക്കാൻ പോയാൽ മൂത്രയിക്കാൻ പോയാൽ എന്നൊന്നും പറയൂല. ഇത് അള്ളാഹുവിന്റെ ഖുർആനാണ്. കണ്ട, കലാമുല്ലാഹ്. നമ്മളെ ഖുലാസ മുതൽ ഫതുൽ ഇങ്ങനെ തുഹഫ, മിൻഹാജ്, അങ്ങനെ മുഹറർ, അങ്ങനെ വസീത്ത് എല്ലാം പോയി ലാസ്റ്റ് ഉമ്മ വരെ എല്ലാ ഫിഖിന്റെ കിതാബ് എടുത്ത് നോക്കിയോ. ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദകൾ പറയല് എങ്ങനെ കിതാബിൽ പറയല്? ആദാബുൽ ഖലാ. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ അർത്ഥം വെക്കും, ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള മര്യാദകൾ. ഖലായിനാരാ ടോയ്ലറ്റ് എന്ന് അർത്ഥം വെച്ചേ? ഖലാ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലം എന്നാ. ഒഴിഞ്ഞ സ്ഥലത്ത് പോകുമ്പോഴുള്ള അങ്ങനെ പറയുള്ളൂ. മൂത്രയിക്കണ സ്ഥലം എന്നൊന്നും കിതാബ് പറയൂല. ഇത് നിങ്ങൾ ഇംഗ്ലീഷിന്റെ ഭാഷയല്ല, ഇത് സ്വർഗത്തിന്റെ ഖുർആന്റെ മുത്തനബീന്റെ ഭാഷയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിനൊരു ലജ്ജ കീപ്പുണ്ട് എപ്പോഴും. ഈ സെക്സ് പറയുന്ന ആളുടെ തലമുറയിൽ ഏതെങ്കിലും ഒരാൾ വ്യഭിചരിക്കുന്ന ആളുണ്ടാവുന്ന അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നിട്ട് അതിന് ചില ആൾ ന്യായീകരണം, എൻ്റെ മനസ്സിലൊന്നുമില്ല, തലയിലും ഇല്ല, മനസ്സിൽ മാത്രമല്ല, ഞാൻ പിന്നെ എല്ലാം തുറന്നു പറയും, പറയാൻ പാടില്ല. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിലധികം കല്യാണം കഴിച്ചതിന്റെ താല്പര്യം എന്നാ? പെണ്ണുങ്ങളോടെന്തോ പൂതി ഉണ്ടായിട്ടാ? അല്ല. പിന്നെന്താ കാരണം? അതിന് കാരണം വേറെ ഒന്നുമല്ല. ഇമാം താജുദ്ദീൻ സുബ്ക്കി റളിയല്ലാഹു അൻഹു അതിന് കാരണം പറയുന്നത് എന്താ കാരണം എന്നറിയോ? കാരണം ഈ സ്ത്രീകൾ റിലേറ്റഡ് ആയ മസലകൾ ഉണ്ടാവും. ഹൈലു, നിഫാസ്, ഇസ്തിഹാദത്ത്, അത്യാദിയുള്ള കുറെ മസലകൾ. ആ മസല സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് നേരെ ക്ലാസ് എടുക്കാൻ തങ്ങൾക്ക് ഭയങ്കര ഹയാ. ഇതെങ്ങനെ ഇപ്പൊ സിദ്ദീഖിനോടെല്ലാം പറയല് എന്നുള്ളിടത്തോളം. അപ്പൊ പിന്നെ ഇങ്ങനെ അനുഭവമുള്ള ഭാര്യമാര് ഒന്നിലധികം ഉണ്ടാകുമ്പോൾ അവർക്ക് വിവിധ അനുഭവങ്ങൾ വരുമ്പോൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അവരവരെ ഏട്ടത്തി അനിയത്തിക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അവരവരുടെ ഭർത്താക്കന്മാർക്ക് പറഞ്ഞു കൊടുത്ത് മസല ഏതായാലും പുറത്ത് എത്തും വേണോ, ഞാനായിട്ട് പറയുകയും ചെയ്യില്ല. കണ്ടോ കണ്ടോ എന്തായാലും ചില ആളുടെ ഡയലോഗ്, ഞാൻ പിന്നെ എല്ലാം തുറന്നു പറയൂ. അങ്ങനെ പറയരുത്. നമുക്ക് ലജ്ജ നന്നായിട്ടുണ്ടാകും. ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരൻ മൂത്താപ്പ അല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു പെണ്ണുങ്ങളോട്. മത്സ്യം വിൽക്കുന്ന പണിക്കാരൻ നിങ്ങളെ ജ്യേഷ്ഠനല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വെറും ഹിജാബും കയ്യൊറയും അല്ലെങ്കിൽ മറ്റേ കൗണ്ടറും മാത്രം പോരാ,
ജീവിതത്തിൽ ഹയ ഉണ്ടാണ്, നല്ല ഹയ ഉണ്ടാണ്. ഞാൻ എൻ്റെ സംസാരം നിർത്താണ്, കൂടുതൽ സംസാരിക്കാൻ നേരമില്ല. ബാങ്ക് കൊടുത്തു, ഇന്ന് ക്ലോക്ക് കുറച്ച് വേഗതയിൽ ഓടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസാരം നിർത്തുന്നു. അള്ളാഹു നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരെയും ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹ്. ഈ പറഞ്ഞ എല്ലാം അതിൻ്റെ കുറവുകൾ പരിഹരിച്ച് പ്രിയപ്പെട്ട അബ്ദുൽ ജലീൽ സഖാഫി ഉസ്താദിൻ്റെ ഖബറിലേക്ക് എത്തിച്ച് അവർക്ക് വലിയ സന്തോഷം അല്ലാഹു നൽകുമാറാവട്ടെ. ഈ മജ്ലിസ് കണ്ടു വക്കുല്ലി അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ എന്നല്ലേ മുഹിബ്ബീങ്ങൾ ചെയ്യുന്നതൊക്കെ ഖബറിന്ന് കണ്ടിട്ട് മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീർ തന്നെ, അഥവാ തൗബ സൂറത്തിൻ്റെ ഈ ആയത്തിൻ്റെ തഫ്സീർ തന്നെ ഇബ്നു കസീറൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഉസ്താദിൻ്റെ ഖബറിൽ നിന്ന് ഈ സദസ്സ് കണ്ട് വലിയ സന്തോഷം നൽകുമാറാവട്ടെ. അവർ ഈ സ്ഥാപനത്തിനും പ്രസ്ഥാനത്തിനൊക്കെ ചെയ്ത എല്ലാ ഖിദ്മത്തുകളും അള്ളാഹു മുന്തിയ ജസാ കൊടുത്ത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.